ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 4 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കിയ മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ താരപ്രചാരകരുടെ സാന്നിധ്യം അവസാന ദിവസങ്ങളിലെ പ്രചാരണം ചൂടുപിടിപ്പിക്കുകയാണ്. അതേസമയം ജൻസുരാജ് പാർട്ടി നേതാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെ അർദ്ധരാത്രിയോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രമസമാധാന നില തകർന്നതിൽ നിതീഷ് കുമാർ സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് 24നോട് പറഞ്ഞു. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് ചേരുന്നത്. ശ്രീനാഥ്, ഇനിയും ബൂത്തിലേക്ക് ആദ്യഘട്ടത്തിലെത്താൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അവിടുത്തെ പ്രചാരണം? ഏതൊക്കെ പ്രമുഖ നേതാക്കൾ ഇന്ന് അവിടെ ഉണ്ട്? ശ്രീനാഥ്. ഉന്മേഷിന് ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനിയിപ്പോൾ 4 ദിവസം മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി അടക്കമുള്ളവരാണ് ഇപ്പോൾ പ്രചാരണം നയിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികൾ വിവിധ ഇടങ്ങളിൽ പുരോഗമിക്കുകയാണ്. കോൺഗ്രസിനെയും RJDയെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഈ ഇടങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസിനെ അദ്ദേഹം പ്രത്യേകമായി എടുത്ത് വിമർശിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ പാകിസ്ഥാനും കോൺഗ്രസിനും ഒരേപോലെ ഞെട്ടലുണ്ടാക്കി എന്നതാണ് അദ്ദേഹം നടത്തിയ ഒരു വിമർശനം. മാത്രമല്ല RJDയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭരണം അത് ജംഗിൾ രാജായിരിക്കും, അതുകൊണ്ട് അത്തരമൊരു ഭരണത്തിന് ജനങ്ങൾ അനുമതി നൽകില്ല എന്നൊരു വിമർശനം കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി. ഇന്നിപ്പോൾ വൈകിട്ട് പട്നയിൽ പ്രധാനമന്ത്രിയുടെ റാലി അടക്കമുള്ള പരിപാടികളാണ് ഉള്ളത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ നിർണായകമായ ഒരു അറസ്റ്റാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഉണ്ടായത്. ആനന്ദ് സിംഗ് എന്ന JDU നേതാവിനെയാണ്, ജൻസുരാജ് പാർട്ടി നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിവിധ ക്രിമിനൽ കേസുകളിൽ, കൊലപാതക കേസ് അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് ആനന്ദ് സിംഗ്. ക്രമസമാധാന തകർന്നതിൽ നിതീഷ് കുമാർ സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് 24നോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. I think people of Bihar have decided in both the phase of elections we will get a comfortable mandate and people are voting for a change. How many seats you are expecting? Full majority and comfortable majority. To take on Mokama issue today, I think the fact that the murder was allowed to take place, the state government has to take responsibility for that, no? And today election commission officers are in charge of law and order, not the state government. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.